Everyone. Today we are discussing about performance appraisal and career planning. ഇന്ന് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിംഗ് എന്ന പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ, അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻസ് ആൻഡ് ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, പ്രോസസ്സ്, different methods of performance appraisal, limitations of performance appraisal, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് ഓഫ് അസസിങ്, സമ്മറൈസിങ് ആൻഡ് ഡെവലപ്പിംഗ് ദ വർക്ക് പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് പേഴ്സണൽ ജോബ് പെർഫോമൻസ് ആൻഡ് ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെൻറ്റ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഓർഗനൈസേഷനുള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ, ജോലിക്കാരുടെ അവരുടെ വർക്കിനെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് എവിടേക്കാണ് അവരുടെ ജോബിൽ ഫാസ്റ്റായിട്ട് ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന്, ഇൻഡിവിജ്വലായിട്ടോ അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പെർഫോമൻസ് എവിടേക്കാണ് വീക്ക്, എവിടേക്കാണ് അവർക്ക് ഡെവലപ്മെൻറ്റ് വേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഓവറോൾ അവരുടെ ജോബിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലെ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സൊക്കെ നടത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ്. അവരുടെ ജോബിന് ചെയ്യുന്നതിന് വേണ്ടി, ഒരു എംപ്ലോയിക്ക് അവരുടെ ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണുള്ളത്, അത് അവരുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. It is a continuous process which consists of a series of steps. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഓർഗനൈസേഷനുള്ളിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്, അല്ലേ? ഒരു പീരിയോഡിക്കലായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിന് ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. തുടങ്ങി അവസാനിക്കുന്നത് വരെ ഒരു കറക്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. It is the systematic examination of an employee's strength and weakness in terms of the job. ജോബിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടെത്തുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി. ഒരു ശാസ്ത്രീയമായിട്ടുള്ള നമ്മുടെ ജോബിനെ കുറിച്ച്, നമ്മുടെ ജോബിലെ നമ്മുടെ പെർഫോമൻസിനെ കുറിച്ച് പഠിക്കുന്ന ഒന്നാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് പീരിയോഡിക്കലി അക്കോർഡിംഗ് ടു എ ഡെഫിനിറ്റ് പ്ലാൻ. ഇത് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പീരിയോഡിക്കലായിട്ടാണ് കൂടുതലായിട്ടും പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. അതായത് എല്ലാ ഓർഗനൈസേഷനിലും ഒരു ഡെഫിനിറ്റായിട്ടൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ പെർഫോമൻസ് അപ്രൈസൽ നടത്തും, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഇടവേളയിൽ നടത്തുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ആൻ ഇംപാർഷ്യൽ റൈറ്റിംഗ് ഓഫ് ആൻ എംപ്ലോയീസ് എക്സലൻസ്. അതായത് എംപ്ലോയീസിൻ്റെ എക്സലൻസിൽ ഒരു കൃത്യമായിട്ടുള്ള സ്ഥാനം പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എന്തൊക്കെയാണ് ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തണമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഹൈലി നെസസറി ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി. അത് ഒരു ഓർഗനൈസേഷനിൽ അവരുടെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന പ്രോസസ്സ്. ഓക്കെ, അതിൽ എന്തുകൊണ്ടൊക്കെയാണ് എന്നുള്ളത് ക്ലിയറായിട്ട് നമുക്ക് അടുത്ത പോയിന്റുകളിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് നീഡ്സ് ഓഫ് ആൻ എംപ്ലോയീസ്. അതായത് പെർഫോമൻസ് അപ്ലൈസിൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷനുള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ട്രെയിനിങ് വേണോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജോബിൽ അല്ലെങ്കിൽ അവരുടെ ഇതിൽ ഡെവലപ്മെൻറ്റ് വേണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് തരുന്നുണ്ട്. അവർക്ക് എവിടെയാണ് ട്രെയിനിങ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ. നെക്സ്റ്റ് ഈസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹെൽപ്സ് ടു ടേക്ക് പേഴ്സണൽ ഡിസിഷൻസ്. എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ഡിസിഷൻസ് കൃത്യമായിട്ട് കൺഫ്യൂഷൻഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സ്, അവരുടെ വർക്കിന് എന്തെങ്കിലും പ്രശ്നം, അവർക്ക് കൊടുത്തിട്ടുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ അവർക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് അപ്രൈസൽ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് യൂസ്ഫുൾ ടു റെക്ടിഫൈ ദ എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോസസ്സായിട്ടുള്ള ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ എന്നുള്ളതിലൊക്കെ അതിൻ്റെ എഫക്റ്റീവ്നെസ് അളക്കുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ എഫക്റ്റീവ്നെസ്സിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടെല്ലാം പെർഫോമൻസ് അപ്രൈസൽ നമ്മളെ സഹായിക്കുമെന്നാണ്. ക്രിയേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്. A competitive spirit is created and employees are motivated to improve their performance. ഓർഗനൈസേഷനുള്ളിൽ തന്നെ എംപ്ലോയീസ് തമ്മിൽ അവരുടെ പെർഫോമൻസിൽ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസിൽ ഒരു മത്സരക്ഷമത കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൊണ്ടുവരാനായിട്ട് പെർഫോമൻസ് അപ്രൈസൽ എന്ത് ചെയ്യും, സഹായിക്കും. അതിലൂടെ നമ്മൾക്ക് അവരുടെ പെർഫോമൻസിനെ ഉയർത്താൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ഹെൽപ്സ് ടു ഡെവലപ്പ് കോൺഫിഡൻസ് അമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിനുള്ളിലെ കോൺഫിഡൻസ്, അവർക്ക് ചെയ്യാൻ ജോബ് ധൈര്യസമേതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കറക്റ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യും, കോൺഫിഡൻസ് കൂട്ടാനായിട്ട് അവരെ സഹായിക്കും. ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി എംപ്ലോയീസ്. പെർഫോമൻസ് അപ്രൈസൽ വർക്കേഴ്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കുന്ന വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സഹായിക്കും എന്നുള്ളതാണ്. അവർ പ്രസൻറ്റ് ജോബിൽ, അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിൽ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്താണ്, മറ്റൊരു ജോബ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു എംപ്ലോയീസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അവർക്ക് ഏതൊക്കെ രൂപത്തിലാണ് കഴിവുകളുള്ളത്, അവർ എന്തുകൊണ്ടാണ് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വൈകുന്നത് എന്നീ കാര്യങ്ങളിലൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് പെർഫോമൻസ് അപ്രൈസൽ നമ്മളെ സഹായിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് എന്ന്. ടു ഇംപ്രൂവ് ദ ജോബ് പെർഫോമൻസ് of employees and also to identify these development potentialities. അതായത് ടു ഇംപ്രൂവ് ദി ജോബ് പെർഫോമൻസ്, നമ്മുടെ എംപ്ലോയീസിൻ്റെ ജോബ് പെർഫോമൻസ് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവർക്ക് ഏതൊക്കെ ഡെവലപ്മെൻറ്റ് ആവശ്യമുള്ളത് എന്ന കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. Second one, to identify the strength or weakness of individual so as to access the area in which training is required. എവിടെയാണ് എംപ്ലോയീസിന് ഇൻഡിവിജ്വലായിട്ട് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് എവിടെയാണ് ട്രെയിനിങ് ആവശ്യമുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ലക്ഷ്യമായിട്ട് കാണുന്നു.
നെക്സ്റ്റ് ഇസ് ടു ഇവാലുവേറ്റ് ദ സക്സസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ്. നമ്മൾ മുമ്പ് നടത്തിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സക്സസ് അളക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് കഴിഞ്ഞു പോയ ട്രെയിനിങ്ങിലൂടെ നമ്മളുടെ പെർഫോമൻസിൽ വർധനവുണ്ടായോ, അല്ലെങ്കിൽ നമ്മുടെ ജോബ് പെർഫോമൻസിലോ ഓവറോൾ അതിൻ്റെ ക്വാളിറ്റി വർദ്ധിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ നടത്താറുണ്ട്. അതും ഒരു ലക്ഷ്യമാണ് എന്നുള്ളതാണ്. ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ടു പെർഫോം വെൽ. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ നടത്താനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു എസ്റ്റാബ്ലിഷ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയീസും തമ്മിലുള്ള ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു പ്രൊവൈഡ് വാലിഡ് ഇൻഫർമേഷൻ ഫോർ ഡിസൈഡിങ് പ്രൊമോഷൻ, ട്രാൻസ്ഫർ, പ്ലേസ്മെൻറ്റ്, പണിഷ്മെൻറ്റ് എക്സെട്ര. ഓരോ എംപ്ലോയീസിനും പ്രൊമോഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ അവർക്ക് ഡിമോഷൻ, ട്രാൻസ്ഫർ, പ്ലേസ്മെൻറ്റ്, പണിഷ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒക്കെ തീരുമാനിക്കുന്നത് പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ്. കാരണം പെർഫോമൻസ് അപ്രൈസലിലൂടെ അവർക്ക് കൊടുത്തിട്ടുള്ള ടാസ്ക് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അപ്പോൾ അതല്ല അവരുടെ പെർഫോമൻസ് ഗുഡാണോ ബാഡാണോ, എന്തുകൊണ്ട് അവരുടെ ലേസിനെസ് കൊണ്ടാണ് അവർ താഴെ പോയതെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുക, അല്ല അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കുക. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഉള്ളതാണ്. നെക്സ്റ്റ് ഈസ് പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എങ്ങനെയാണ് പെർഫോമൻസ് അപ്രൈസൽ? ഇപ്പോൾ നമ്മൾ അതിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് പഠിച്ചു, അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, എന്തൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് കൊണ്ടുള്ള ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി എങ്ങനെയാണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ്, സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസലിൻ്റെ പ്രോസസ്സ് ഓഫ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിറ്റർമിനിങ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരുപാട് പ്രോസസ്സിൻ്റെ എല്ലാത്തിൻ്റെ കൂടുതലത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നാണ്. ഡിറ്റർമിനിങ് ദ objectives of performance appraisal. Yes, the first step in the performance appraisal process, first of all, the objective of the performance appraisal is to be determined. It may be to evaluate the actual performance of the individual on the job to determine the potential of the individual higher post or both. അത് നമ്മൾ പല രീതിയിൽ പെർഫോമൻസ് അപ്രൈസൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്താണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസും ഒരു എംപ്ലോയീസിൻ്റെ ആക്ച്വൽ പെർഫോമൻസ്, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നത്. സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓരോ ഇൻഡിവിജ്വലിനും പ്രീ പ്ലാൻഡായിട്ട് മുന്നേ നിശ്ചയിച്ച് കൊടുക്കുന്ന ഒരു ടാസ്ക്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഇത്രത്തോളം വേണം എന്നുള്ളത് പറയുന്നു. ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു 3 month ഏത് പീരീഡിലേക്കാണോ ആ ടാസ്ക് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അവർ എത്രത്തോളം പെർഫോം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ പെർഫോം ചെയ്തതും നമ്മൾ മുമ്പ് കൊടുത്ത ടാസ്കും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്താറുണ്ട്. അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് നോക്കാൻ. ഇതുപോലെയുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സ് വെച്ച് ആ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. സെക്കൻഡ് വൺ ഇസ് എസ്റ്റാബ്ലിഷിങ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഓർ ക്രൈറ്റീരിയ. പെർഫോമൻസിൻ്റെ സ്റ്റാൻഡേർഡും ക്രൈറ്റീരിയ, അതായത് നമ്മൾ പെർഫോമൻസ് ഈസ് ടു ബി ഡൺ ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡേർഡ് സെറ്റപ്പ് അപ്രൈസിങ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. അതായത് നമ്മളൊരു പെർഫോമൻസിൻ്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, അവർ ഓരോരുത്തരും ഇത്രത്തോളം പെർഫോം ചെയ്തിരിക്കും എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് മുന്നേ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണെങ്കിൽ ഓരോരുത്തരും ഇത്ര യൂണിറ്റ്, അപ്പോൾ ഒരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ പെന്ന് എന്നുള്ള എല്ലാ പ്രോസസ്സും ഒരു ടീം തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരാൾ ഒരു മാസത്തിൽ 100 പെന്ന്
പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സർവീസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ അങ്ങനെ ഒരു സർവീസ് ഇത്ര കോൾ, ഇപ്പോൾ ടെലികോളിംഗ് കമ്പനി ആണെങ്കിൽ ഇത്ര കോള് ഒരു മാസത്തിനുള്ളിൽ ഇത്ര കോള് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പെർഫോമൻസിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു ആ ഒരു സ്റ്റാൻഡേർഡ് എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയാണ് നിങ്ങളുടെ ടാസ്ക്, ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് മെഷറിങ് ദ പെർഫോമൻസ്. നാലാമത്തെ പ്രോസസ്സ് പെർഫോമൻസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു, അതിന് ശേഷം പിന്നീട് ഉള്ളത് അവരുടെ പെർഫോമൻസിന് ശേഷമുള്ളതാണ്. ദ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ മെഷർ ചെയ്തു, അതായത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്തു, അതിനുശേഷം ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ അളന്ന് എഴുതി വെച്ചു. നെക്സ്റ്റ് ഇസ് അഞ്ചാമത്തെ സ്റ്റെപ്പ്, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ്, കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ആറാമത്തെ ഡിസ്കഷനാണ്. അതായത് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് നെസസറി ടു കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ഓഫ് ദ അപ്രൈസൽ ഓഫ് എംപ്ലോയീസ്. നോട്ട് ഓൺലി ദ ഡീവിയേഷൻസ് ബട്ട് ആൾസോ ദ റീസൺസ് ഫോർ ഡീവിയേഷൻ ആർ അനലൈസ്ഡ് ആൻഡ് ഡിസ്കസ്ഡ് വിത്ത് എംപ്ലോയീസ്. നമ്മൾ ഈ ഒരു കമ്പയർ ചെയ്തതിന് ശേഷം എംപ്ലോയീസായിട്ട് ഡിസ്കഷനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആ ഡിസ്കഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ട് സംസാരിക്കുക എന്നതിലുപരി, അതായത് ചിലപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസിനേക്കാളും താഴെ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസിനേക്കാളും താഴെ ആയിരിക്കാം. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് ആണ് കൂടുതലെങ്കിൽ ഹിസ് ബെറ്റർ, അതല്ല സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ് കൂടുതലെങ്കിൽ ഇസ് വീക്ക് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കഷനിൽ റിസൾട്ട് മാത്രം പറയുക എന്നുള്ളതിലുപരിയായിട്ട് എന്തുകൊണ്ടാണ് ഡീവിയേഷൻ സംഭവിച്ചു, അതിനുള്ള കാരണം എന്താണ്, അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഏഴാമത്തെ പോയിൻറ്റ്, കറക്റ്റീവ് ആക്ഷൻ. Corrective action by way of conducting discussion with the employees, the steps needed to improving the performance can be identified and that based corrective action can be taken. കറക്റ്റീവ് ആക്ഷൻ നമ്മൾ ചിലപ്പോൾ ഡിസ്കഷനിൽ നമ്മൾ ഫെയിലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പെർഫോമൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പെർഫോമൻസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അത് താഴെയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ. അവർക്ക് കോച്ചിങ് വേണോ, ട്രെയിനിങ് വേണോ, കൗൺസിലിംഗ് വേണോ, ഇത്രയും കാര്യങ്ങളിലൊക്കെ കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ആക്ഷൻ എടുക്കുന്നതാണ് ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് പെർഫോമൻസ് അപ്രൈസലിലെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അപ്പോൾ 7 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ, ഡിറ്റർമിനിങ് ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ, എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് അപ്രൈസൽ സ്റ്റാൻഡേർഡ്. മൂന്നാമത്, കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. 4, മെഷറിംഗ് പെർഫോമൻസ്. 5, കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. 6, ഡിസ്കഷൻസ്. 7, കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ഇത്രയാണ് പെർഫോമൻസ് അപ്രൈസൽസിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എന്തൊക്കെയാണ് മെത്തേഡ്സ്, എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് പെർഫോമൻസ് അപ്രൈസൽ നടത്താമെന്നുള്ളത്. There are 2 methods in performance appraisal. First one is traditional method and second one is modern method. 2 മെത്തേഡാണുള്ളത്. ഒന്ന് ട്രഡീഷണൽ മെത്തേഡും രണ്ടാമത് മോഡേൺ മെത്തേഡ്. ട്രഡീഷണൽ മെത്തേഡ് റാങ്കിങ് മെത്തേഡ്, പെയർഡ് കമ്പാരിസൺ മെത്തേഡ്, ഗ്രേഡിംഗ് സിസ്റ്റം, ഗ്രാഫിക് സ്കെയിൽ സിസ്റ്റം, ചെക്ക് ലിസ്റ്റ്,
ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, ക്രിട്ടിക്കൽ മെത്തേഡ്സ്, ഫീൽഡ് റിവ്യൂ, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, ഫ്രീ എസ്സേ മെത്തേഡ്, ഗ്രൂപ്പ് അപ്രൈസൽ, കമ്പാരിറ്റീവ് വാല്യുവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ട്രഡീഷണൽ മെത്തേഡിലുള്ളത്. അപ്പോൾ ഈ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. എന്താണ് റാങ്കിങ് മെത്തേഡ് എന്നുള്ളത് നോക്കാം. റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എംപ്ലോയീസിനെയും ജഡ്ജ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ റാങ്ക് ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ആൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആൾ 1, അതിൻ്റെ ലിസ്റ്റായിട്ടുള്ള 2, 3, ആ രൂപത്തിൽ റാങ്ക് ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അവരുടെ പെർഫോമൻസ്, ആഫ്റ്റർ ദ ആക്ച്വൽ പെർഫോമൻസ് വി റാങ്ക് ദ എംപ്ലോയീസ് പെർഫോമൻസ് എന്നുള്ളതാണ്. ഓക്കെ, എംപ്ലോയീസിനെ അവരുടെ ഓവറോൾ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, റാങ്ക്. നെക്സ്റ്റ് ഈസ് പെയർഡ് കമ്പാരിസൺ മെത്തേഡ്. പെയർഡ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്, ഒരു എംപ്ലോയിയെ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് അവരുടെ ഒരു പെയറായിട്ടുള്ള ഒരാളുടെ പെർഫോമൻസ്. അപ്പോൾ അത് പെർഫോമൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാത്തിനെയും സഹായിക്കും. പക്ഷേ ഒരു ലാർജ്, ഇപ്പോൾ 1000, 2000 ഒക്കെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗ്രേഡിംഗ് മെത്തേഡ്. Under this method, certain categories of abilities are defined in advance. Categories or abilities are excellent, very good, average, poor, very poor, and outstanding, satisfactory. The actual performance is compared with these categories of abilities, and the person is allocated to grade with the best to describe his performance. ഗ്രേഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരുപാട് എബിലിറ്റീസ്, കാറ്റഗറീസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെക്കും. ആ ഒരു സെറ്റിങ്സിന് ശേഷം ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസിന് നമ്മൾ ഇതിൽ ഏതിലാണ് വരിക എന്നുള്ളതിൽ ടിക്ക് ചെയ്യുകയും എഴുതുകയോ ചെയ്യും. അതിനനുസരിച്ച് അവരെ അലോക്കേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്തതിന് ശേഷം അവരെ ഗ്രേഡ് ചെയ്യുന്നതിനെയാണ് ഗ്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഗ്രാഫിക് റേറ്റിംഗ് മെത്തേഡ്. ഇത് ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ളത്, ഒരു പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് ഗ്രാഫിക് റേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് ടെക്നിക് ഈസ് മോർ കൺസിസ്റ്റൻറ്റ് ആൻഡ് റിലയബിൾ ടു typically a graphic scale because a person on the quality and quantity of his work. അതായത് കൂടുതലായിട്ടും ഗ്രാഫിക് മെത്തേഡിൽ നമ്മൾ എത്ര ദിവസം അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ, ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, അവർ എബവ് ആവറേജ് ആണോ, ആവറേജ് ആണോ, സാറ്റിസ്ഫാക്ടറി ആണോ, അൺസാറ്റിസ്ഫാക്ടറി ആണോ, ഇത്രയും കാര്യങ്ങളൊക്കെ, വെറൈറ്റി ഓഫ് കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ട് അവർ എത്രത്തോളം വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് എന്താണ്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് വർക്കിലും വെരി പുവർ, ആവറേജ്, ഗുഡ്, എക്സലൻറ്റ് എന്നീ കാര്യങ്ങളുണ്ടായിരിക്കും. അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് വർക്കിലും അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഗ്രാഫിക് റേറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ചെക്ക് ലിസ്റ്റ്. അതായത് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അവരെ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, പെർഫോമൻസ് ടൈംലി കംപ്ലീറ്റഡ് ആണോ എന്നീ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ചെക്ക് ലിസ്റ്റ് മെത്തേഡിൽ റിയലി ആ ഒരു ജോബിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കും. അതിന് യെസ് ഓർ നോ ടൈപ്പിൽ ആൻസർ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഓർഗനൈസേഷനുള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരുടെ ജോബിൽ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ, ടൈമിൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, റെഗുലറായിട്ട് ജോബിന് വരുന്നുണ്ടോ, അവർ സൂപ്പർവൈസേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, അവർ സൂപ്പർവൈസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ റൂൾസ് ഒബേ ചെയ്യുന്നുണ്ടോ എന്നീ കാര്യങ്ങളിലൊക്കെയാണ് നോക്കുന്നത്. നെക്സ്റ്റ് ഇസ് മോഡേൺ മെത്തേഡ്. നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ 5 മെത്തേഡ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, ഡിഫക്ട്സ്, ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് അപ്രൈസൽ എന്നിവയുള്ള
കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വീണ്ടും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഇസ് മോഡേൺ മെത്തേഡ് എന്നുള്ളതാണ്. മോഡേൺ മെത്തേഡിൽ വരുന്നത് അസസ്മെൻറ്റ് സെൻറ്ററാണ്. ഫസ്റ്റ് എന്താണ് അസസ്മെൻറ്റ് സെൻറ്റർ, അതേപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, ബിഹേവിയർ ആൻഡ് കോഡ് റേറ്റിംഗ് സ്കെയിൽസ്, അപ്രൈസൽ ത്രൂ MBO, സൈക്കോളജിക്കൽ അപ്രൈസൽ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, മോഡേൺ മെത്തേഡിൽ. അതിൽ അസസ്മെൻറ്റ് സെൻറ്റർ, ദിസ് മെത്തേഡ് വാസ് first developed in USA and UK. That this type of appraisal techniques used when employees are considered for promotion or to higher posts. An assessment center is central location where a group of employees come together and work on an assignment for 2 or 3 days. അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് പ്രൊമോഷൻ വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു 3 ദിവസത്തിനോ 4 ദിവസത്തിനോ ഒരു പ്രൊജക്റ്റ് കൊടുത്തിട്ട് അവരെ അതിൽ നിന്ന് അസസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് അസസ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്. എന്താണ് ഹ്യൂമൻ? This method is a transitional stage. Human resources are considered as valuable assets of an organization. The performance is judged in terms of cost and contribution of employees. Cost of human resource includes expenditure incurred on human resource planning, recruitment, selection, orientation. Contribution is measured in terms of money. That is money value of labor product. Difference between cost and contribution show the performance of എംപ്ലോയീസ്. അതായത് കോസ്റ്റ് മണി, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ കോസ്റ്റും മണിയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം ചിലവ് വന്നു, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയതിന് ശേഷമാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് ലൂടെ ആ ഒരു എംപ്ലോയിയെ അവരുടെ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോസ്റ്റും കോൺട്രിബ്യൂഷനാണ് അതിൽ മണി ആണ് കൂടുതലെങ്കിൽ, അവരുടെ കോൺട്രിബ്യൂഷനാണ് കൂടുതലെന്തെങ്കിൽ ഹിസ് ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ്. It is sometimes called a behavioral expectational scales. This method is combination of graphic rating critical ഇൻസിഡൻറ്റും തമ്മിലുള്ള ഒരു കോമ്പിനേഷനെയാണ് ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. BRS scales are the scales which represent a range or a descriptive statement or behavior varying from the least to most effective. അവരുടെ എംപ്ലോയീസിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് പെർഫോമൻസ് അപ്രൈസൽ ഈ മെത്തേഡ് കൂടുതലായിട്ടും നോക്കുന്നത്. നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. MBO എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് കൂടുതലായിട്ടും എക്സാമുകളിൽ 1 വേർഡൊക്കെ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് എൻ MBO അല്ലെങ്കിൽ എന്നുള്ളതൊക്കെ. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പീറ്റർ F. ഡ്രക്കറാണ്. ദ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നിട്ടുള്ള കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, application of an MBO in the field of performance is of recent origin. Management objective was defined by John, a process whereby superior and subordinate managers of an organization jointly identify its common goals, define each individual major areas responsibility in terms of result expected of him, and this measures as guides for operating the unit, assessing the contribution of each members. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന കൺസെപ്റ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്പീരിയറും സബോർഡിനേറ്റും അവരുടെ ലക്ഷ്യങ്ങൾ
കോമൺ ഗോൾസ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനുള്ളിലെ ഈച്ച് ഇൻഡിവിജ്വലും എന്തൊക്കെയാണോ ചെയ്യേണ്ടതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആ ഒരു എംപ്ലോയിക്ക് നൽകിയതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ ടാസ്ക് അദ്ദേഹത്തിന് നൽകിയതിന് ശേഷം അതിലൂടെ നമ്മുടെ കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. ഇപ്പോൾ റീസെൻ്റായിട്ട് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് നമ്മൾ പെർഫോമൻസ് അപ്രൈസലിലും കൂടി കൊണ്ടുവരുന്നുണ്ട്. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ അതെങ്ങനെയാണ് ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓർഗനൈസേഷൻ്റെ മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും തൻ്റെ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ളവർക്ക് കോമൺ ഗോൾ കണ്ടെത്തിയതിന് ശേഷം ആ ഒരു കോമൺ ഗോളിലേക്ക് എത്താൻ തൻ്റെ കീഴിലുള്ള ടീം മെമ്പേഴ്സിന് അവർ ഓരോ അതിലേക്ക് എത്താനുള്ള ഓരോ ടാസ്കുകൾ വീതിച്ച് നൽകുകയും ആ ഒരു ടാസ്കുകൾ ഓരോ മെമ്പറും അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിലൂടെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. നെക്സ്റ്റ് ഈസ് സൈക്കോളജിക്കൽ അപ്രൈസൽ. Big concerns employee industrial psychological for evaluation. This assess individuals' future potential. കൂടുതലായിട്ടും സൈക്കോളജിക്കൽ അപ്രൈസലിലൂടെ നമ്മൾ നടത്തുന്നത് ഫ്യൂച്ചറായിട്ടുള്ള ഭാവിയിലുള്ള അവരുടെ പൊട്ടൻഷ്യൽ, അവർക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ, അതേപോലെ തന്നെ അവരുടെ എംപ്ലോയീസ് അവർക്ക് ഇമോഷണലായിട്ട് അവർക്ക് മോട്ടിവേഷണൽ ആക്ടിവിറ്റീസ് ട്രെയിനിങ് വേണോ കാര്യങ്ങളൊക്കെയാണ് സൈക്കോളജിക്കൽ അപ്രൈസലിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് അപ്രൈസൽ. നമ്മൾ ഇതുവരെ പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് അപ്രൈസലാണ്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് അപ്രൈസൽ. ഏതൊക്കെ തരത്തിലുള്ള ടൈപ്സ് ഓഫ് ആണ് അപ്രൈസലിലുള്ളത് എന്ന് നോക്കാം. First one, formal appraisal. This type of appraisal is adopted by medium and large scale industry. Formal appraisal കൂടുതലും നടത്തുന്നത് medium and large scale industries ആണ്. The appraisal is done by step process. So there is a formal procedure for appraisal of employees. A professional approach is followed. Formal അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നടത്തുന്നത് ലാർജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഒരു മീഡിയം ടൈപ്പിലുള്ള ഇൻഡസ്ട്രീസ് ആയിരിക്കും ഫോർമൽ അപ്രൈസൽ കൂടുതലായിട്ട് നടത്തുന്നത്. ഫോർമൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെയാണ് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. ഇൻഫോർമൽ അപ്രൈസൽ എന്നുള്ളതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഇൻഫോർമൽ അപ്രൈസൽ എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റഡ് ഇൻ സ്മോൾ യൂണിറ്റ്സ്, കൂടുതലായിട്ട് സ്മോൾ യൂണിറ്റ്സിൽ ആയിരിക്കും ഇൻഫോർമൽ അപ്രൈസൽ നടത്തുന്നത്. അപ്പോൾ അതിനൊരു പ്രൊഫഷണൽ വേ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സിലൂടെ അല്ലാതെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ദ അപ്രൈസൽ ഈസ് ഡൺ വിത്തൗട്ട് ഇൻവോൾവിങ് എനി ഫോർമൽ പ്രൊസീജിയർ. ഒരു ഫോർമലായിട്ടൊരു പ്രൊസീജിയറൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ഒരു പെർഫോമൻസ് അളക്കും. ദ മാനേജ്മെൻറ്റ് ആൻഡ് കൂടുതലായിട്ട് ഈ സ്മോൾ യൂണിറ്റിൽ ഓണർഷിപ്പ് ബേസിലായിരിക്കും, മാനേജ്മെൻറ്റിൽ ഉപരിയായിട്ട്. അപ്പോൾ ഓണർഷിപ്പ് ചെയ്യുന്ന ആൾ തന്നെ ആയിരിക്കും അത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ്. എങ്ങനെയാണെന്ന് നോക്കാം. ഹിയർ എംപ്ലോയീസ് ഇവാലുവേറ്റ് superiors. In most cases, subordinates are not competent to evaluate superior because they are young, inexperienced to realize the importance of other. അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ് തൻ്റെ സുപ്പീരിയറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻഡിവിജ്വൽ അപ്രൈസൽ. പേഴ്സണെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അപ്രൈസൽ ചെയ്യുക എന്നുള്ളതാണ്, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഗ്രൂപ്പ് അപ്രൈസൽ. ഹിയർ ദ റേറ്റിംഗ് ഇസ് ഡൺ ബൈ ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ്. അതായത് ഓരോ സൂപ്പർവൈസറിൻ്റെയും താഴെയുള്ള ഓരോ ഗ്രൂപ്പിനെയും ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇനീഷ്യൽ അപ്രൈസൽ. ദിസ് ടൈപ്പ് ഓഫ് അപ്രൈസൽ ഈസ് ഡൺ ഡ്യൂറിങ് ട്രെയിനിങ് പീരീഡ്. ട്രെയിനിങ് പീരീഡിൽ നടത്തുന്ന അപ്രൈസലിനെയാണ് ഇനീഷ്യൽ അപ്രൈസൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൊമോഷണൽ അപ്രൈസൽ ഓർ പൊട്ടൻഷ്യൽ അപ്രൈസൽ.
It is done to select the candidate for promotion, training, the personal or പ്രൊമോഷണൽ അപ്രൈസൽ ഓർ പൊട്ടൻഷ്യൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാൻഡിഡേറ്റിനെയും പ്രൊമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രൊമോഷണൽ അപ്രൈസലും പൊട്ടൻഷ്യൽ അപ്രൈസലും നടത്തുന്നത്. പേഴ്സണൽ ആർ സെലക്ടഡ് ഫോർ ദ ട്രെയിനിങ് ആഫ്റ്റർ ഹാവിങ് ബീൻ അപ്രൈസ്ഡ് ദ ബോത്ത് ഓഫ് ദ പ്രസൻറ്റ് ജോബിൽ അദ്ദേഹം ബോത്ത് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ഹയർ ജോബിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരെ സെലക്ട് ചെയ്യാൻ, അവരുടെ ഹയർ ജോബിനിട്ട് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രൊമോഷണൽ അപ്രൈസൽ ഓർ പൊട്ടൻഷ്യൽ അപ്രൈസൽ എന്നുള്ളത് നടത്തുന്നത്. നെക്സ്റ്റ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ എഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ. എന്തൊക്കെയാണ് എഫക്റ്റീവായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന്? എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഫോർ പെർഫോമൻസ് അപ്രൈസൽ. ഫസ്റ്റ് വൺ ഈസ് കോൺഫിഡൻസ് ആൻഡ് മ്യൂച്വൽ ട്രസ്റ്റ്. എന്തൊക്കെയാണ്? കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ പരസ്പരമുള്ള വിശ്വാസം, അല്ലേ? എ ഗുഡ് അറ്റ്മോസ്ഫിയർ ഷുഡ് എക്സിസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. നല്ലൊരു പെർഫോമൻസ് അപ്രൈസലിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കണം? ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധം, അല്ലേ? എ ഗുഡ് അറ്റ്മോസ്ഫിയർ ഷുഡ് എക്സിസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ to create confidence and mutual trust among employees. A good and cordial relation should be developed between management and employees. Under this circumstance, a good performance appraisal system can be implemented and better results can be achieved. Okay. Next is definite objective. The objectives of performance must be definite and clear. It should be relevant and fair. രണ്ടാമത് ഒരു ഡെഫിനറ്റ് ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം എന്നുള്ള പെർഫോമൻസ് അപ്രൈസലിന് കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേത്. നെക്സ്റ്റ് ഈസ് വെൽ ഡിഫൈൻഡ് പെർഫോമൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്മൾ നേരത്തെ അതിൻ്റെ പ്രോസസ്സിൽ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം, അതിന് ശേഷം പറഞ്ഞത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നാലാമത്തേത് ട്രെയിനിങ്. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു അപ്രൈസേഴ്സ്. ദേ ഷുഡ് ഹാവ് നോളജ് ഓഫ് ഫിലോസഫി ആൻഡ് ടെക്നിക്കൽ ഓഫ് അപ്രൈസർ. അവർക്ക് എന്തുണ്ടായിരിക്കണം? അപ്രൈസലിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അവർക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് നൽകിയിരിക്കണം. അവരായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ജോബ് റിലേറ്റഡ് ബിഹേവിയർ. അപ്രൈസർ ആരാണോ അപ്രൈസ് ചെയ്യുന്നത് അവർ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച് മാത്രമായിരിക്കണം അപ്രൈസ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡോക്യുമെൻറ്റേഷൻ. പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. നമ്മൾ അവരുടെ ജോബ് അവരെത്രത്തോളം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അവരെ റേറ്റ് ചെയ്യുന്നതിന് ഒരു നീതീകരിക്കുന്ന രൂപത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഫീഡ്ബാക്ക് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അവർക്ക് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക്, എംപ്ലോയീസിന് പെർഫോമൻസ് അപ്രൈസലിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് നൽകണം എന്നുള്ളതാണ്. ദ ഷുഡ് ബി ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ ഫിക്സേഷൻ ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ആ എംപ്ലോയീസ് എന്ത് ഉണ്ടായിരിക്കണം? അവർ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതിലൊക്കെ അവരുടേത് ആയിട്ടുള്ള അവരും ഇൻവോൾവ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതിൻ്റെ സൈസ്, ഓർഗനൈസേഷൻ നമ്പർ ഓഫ് എംപ്ലോയീസിനെ കുറിച്ച്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ മെത്തേഡ്സും ടൈപ്സൊക്കെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് പോസ്റ്റ് അപ്രൈസൽ റിവ്യൂ. ആഫ്റ്റർ അപ്രൈസൽ ദ റൈറ്റർ ഷുഡ് കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ വിത്ത് എംപ്ലോയി. ഇറ്റ് വിൽ ഹെൽപ്പ് ടു സപ്ലൈ ഫീഡ്ബാക്ക്. എംപ്ലോയീസുമായിട്ട് എന്ത് ചെയ്യണം? പോസ്റ്റ് അപ്രൈസൽ, അതായത് ഇതിന് ശേഷം അവരെന്ത് ചെയ്യണം? ഇൻ്റർവ്യൂ നടത്തി അവർക്ക് കൃത്യമായിട്ട് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. റിവ്യൂ ആൻഡ് അപ്പീൽ. അവരുടെ അടുത്ത് നിന്ന്
പരാതികൾ, അപ്പോൾ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തിയതിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവരുമായിട്ട് റിസൾട്ട് സംസാരിച്ചതിന് ശേഷം പരാതികൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൽ അവരെന്തെങ്കിലും സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് അത് സ്വീകരിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ലിമിറ്റേഷൻസ് ഓഫ് പെർഫോമൻസ്. എന്തൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസൽസിൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഇസ് ഇൻകൺസിസ്റ്റൻറ്റ് റേറ്റിംഗ്. അതായത് ഡിഫറെൻറ്റ് സൂപ്പർവൈസേഴ്സ് മേ അപ്രൈസ് എ പെർട്ടിക്കുലർ എംപ്ലോയി ഡിഫറെൻ്റ്ലി, റേറ്റിംഗ്സ് മേ നോട്ട് ബി കൺസിസ്റ്റ്. അതായത് സൂപ്പർവൈസേഴ്സ് മാറുന്നതിനനുസരിച്ച് എംപ്ലോയീസിൻ്റെ ആരാണോ അപ്രൈസർ അവർക്കനുസരിച്ച് ഓരോ എംപ്ലോയീസിൻ്റെയും റിസൾട്ട് റേറ്റിങ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. റേറ്റിങ്സ് എന്തായിക്കൊള്ളുന്നില്ല, കൺസിസ്റ്റൻ്റ് ആയിരിക്കണമെന്നില്ല. അതാണ് ഫസ്റ്റായിട്ടുള്ള ഇൻകൺസിസ്റ്റൻറ്റ് റേറ്റിംഗ് എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ഹാലോ എഫക്റ്റ്. An employee may be rated high or low on the basis of general impression. ജനറൽ ഇംപ്രഷൻ്റെ ബേസിസിലായിരിക്കാം ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്യുന്നത്, അവരുടെ റേറ്റിംഗ് വരുന്നത്. വൺ ട്രേറ്റ് ഓഫ് ആൻ എംപ്ലോയീസ് ഇൻഫ്ലുവൻസ് ദ അതർ റേറ്റേഴ്സ് അപ്രൈസ് ഓൺ അതർ ട്രേറ്റ്സ്. അതായത് ഒരു ഹാലോ എഫക്റ്റ് ഉണ്ടായിരിക്കും. ആരാണോ അപ്രൈസർ അവരുടെ കൺസെപ്റ്റ് ആയിരിക്കണം എന്നില്ല അടുത്ത അപ്രൈസർക്ക് ആ ഒരു എംപ്ലോയിയെ കുറിച്ച്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രൈസൽ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ്. അത് മനസ്സിലായി. നമ്മൾക്ക് അത് പറഞ്ഞു തരുന്നത് ഡിഫറെൻറ്റ് റൈറ്റർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള റൈറ്റിങ്ങിൽ വ്യത്യാസം വരുന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് പേഴ്സണൽ ബിയാസ് ഓഫ് അപ്രൈസർ. Writing are also influenced by personal bias. Sometimes the writer may be evaluate the employees on the basis of religious beliefs and habits. അതായത് അപ്രൈസർ അവരുടെ റൈറ്റിങ്ങിൽ തൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് റേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള ബിയാസ് കൊണ്ടുവരാം. മതം അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റ്സ് ആ ബേസിസിൽ മറ്റുള്ളവരെ റേറ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരും. ലൈസൻസി ഓർ സ്ട്രിക്ട്നെസ്. സം റൈറ്റേഴ്സ് ആർ ലൈസൻസ്ഡ് വൈൽ അതർ ആർ സ്ട്രിക്റ്റ്. So in the first instance the employee is overrated and second instance he is underrated. This tendency may be avoided. Next is average rating. High or low rate is given. The appraiser is required to give sufficient reason or justification. അതായത് നമ്മൾ റേറ്റ് ചെയ്യുമ്പോൾ കൂടുതലാവുന്നതിനും കുറയുന്നതിനൊക്കെ ചിലപ്പോൾ കാരണങ്ങളുണ്ടായിരിക്കും. ഈ ആവറേജ് റേറ്റിംഗ് എന്താ ചെയ്യുക, ഇവാലുവേറ്റ് ആർ ഗിവൺ എ ആവറേജ് റേറ്റിംഗ് ടു ഓൾ എംപ്ലോയീസ്. അതിന് ജസ്റ്റിഫിക്കേഷൻ വേണത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ആവറേജ് റേറ്റിംഗ് കൊടുക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം കോമൺലി കമ്മിറ്റഡ് ബൈ ദ റൈറ്റർ നമ്മൾ കൂടുതലായിട്ടും പെർഫോമൻസ് അപ്രൈസലിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഡെഫിനിറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവില്ല. അതെല്ലാമാണ് കൂടുതലായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുവരുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രോബ്ലംസ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ. എന്തൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസലിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അത് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് 4 പ്രോബ്ലംസ് ആണുള്ളത്. ഫോൾട്ടി അസംഷൻസ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്, അതർ ഡിഫിക്കൽട്ടീസ്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമ്മൾക്ക് ഓരോന്നായിട്ടും വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ഫോൾട്ടി അസംഷൻ. ഫോൾട്ടി അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫോൾട്ടി അസംഷൻ റിലേറ്റഡ് വിത്ത് പെർഫോമൻസ് അപ്രൈസൽസ് ഓഫ് സബോർഡിനേറ്റ് ബൈ സുപ്പീരിയർ will lead to failure appraisal system. It does not work properly. അതായത് സബോർഡിനേറ്റ്സിനെ കുറിച്ച് ഫോൾട്ടി ആയിട്ടുള്ള തെറ്റായിട്ടുള്ള അസംഷൻസിലേക്ക് സുപ്പീരിയർ എത്തുക എന്നുള്ളതാണ്. അതാണ് ഫോൾട്ടി അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും അസംഷൻസ് പല രീതിയിലായിരിക്കാം. ദ മാനേജേഴ്സ് നാച്ചുറലി വിഷ് ടു മേക്ക് ഫെയർ ആൻഡ് ആക്യുറേറ്റ് അപ്രൈസൽ ഓഫ് സബോർഡിനേറ്റ്സ്.
രണ്ടാമത് പറയുന്നത് മാനേജ്മെൻറ്റ് ടേക്ക് എ പെർട്ടിക്കുലർ അപ്രൈസൽ സിസ്റ്റം ആസ് പെർഫെക്റ്റ്. ആക്ച്വലി നോ സിസ്റ്റം ക്യാൻ പ്രൊവൈഡ് ടു ആക്യുറേറ്റ് അപ്രൈസൽ സിസ്റ്റം. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാതെ അപ്രൈസർ ആരാണോ അപ്രൈസ് ചെയ്യുന്നത് അവർ തന്നെ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ സ്വയിഷ്ടമായിട്ടുള്ള ഫോൾട്ടി ആയിട്ടുള്ള അസംഷൻസിലൂടെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇതാണ് ഫോൾട്ടി അസംഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് സൈക്കോളജിക്കൽ ബാരിയർ. എന്താണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് നോക്കാം. മാനേജേഴ്സ് മാനേജേഴ്സിന് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. നെക്സ്റ്റ് ഈസ് അപ്രൈസൽ ഇൻ ആൻ എക്സ്ട്രാ ബേർഡൻ. അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ബേർഡനായിട്ട് തോന്നുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് അപ്രൈസൽ അവിടെ നടക്കില്ല. അതും ഒരു പ്രോബ്ലം ആണെന്ന് പറയാം. മാനേജേഴ്സ് ബീങ് എക്സ്ട്രാ മോഡസ്റ്റ് ആൻഡ് ഇൻക്രെഡിക്കുലസ്. നാലാമത് മാനേജേഴ്സ് ഫീൽ ദാറ്റ് സബോർഡിനേറ്റ് ഫെയിലിയർ ടു ഈസ് ഡ്യൂ ടു ദെയർ ഇൻഎഫിഷ്യൻസി. അവരുടെ ഇൻഎഫിഷ്യൻസി കൊണ്ടാണ് അവർ അവരുടെ ജോബ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാത്തത് എന്നുള്ള സബോർഡിനേറ്റ് മാനേജേഴ്സ് ഫീൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അതൊരു സൈക്കോളജിക്കൽ ബാരിയറായിട്ട് മാറുന്നു. മാനേജേഴ്സ് ഡിസ്ലൈക്കിംഗ് റെസെൻമെൻറ്റ് ഓഫ് ബൈ സബോർഡിനേറ്റ്. മാനേജ് ഡിസ്ലൈക്കിംഗ് കമ്മ്യൂണിക്കേറ്റ് പുവർ പെർഫോമൻസ് ടു സബോർഡിനേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഈസ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. എന്തൊക്കെയാണ് ടെക്നിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ്? അപ്പം നമ്മൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ഫോൾട്ടി അസംഷൻസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പെർഫോമൻസ് അപ്രൈസൽ. അതുപോലെ തന്നെ ആരാണോ അപ്രൈസൽ നടത്തുന്നത് അവരിലുണ്ടാവുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ബാരിയർ. നെക്സ്റ്റ് ഈസ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. എന്തൊക്കെയാണ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? പെർഫോമൻസ് അപ്രൈസലിൽ ഉണ്ടാകുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് അത് രണ്ടെണ്ണമാണുള്ളത്. ഫസ്റ്റ് വൺ ക്രൈറ്റീരിയൻ പ്രോബ്ലം, രണ്ടാമത് ഡിസ്റ്റോർഷൻ പ്രോബ്ലം. എന്താണ് ക്രൈറ്റീരിയൻ പ്രോബ്ലം? ക്രൈറ്റീരിയൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ഈസ് ഡിഫിക്കൽട്ട് ടു ചൂസ് ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മെഷർ. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്, അതാണ് ടെക്നിക്കലായിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലം. ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലമാണ് ടെക്നിക്കലി നമുക്ക് എന്ത് ചെയ്യുന്നത് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നതിന്. അപ്പോൾ ഫസ്റ്റ് വൺ ക്രൈറ്റീരിയൻ പ്രോബ്ലം. അപ്പോൾ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ഈസ് ഡിഫിക്കൽട്ട് ടു ചൂസ് ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു മെഷർ. അപ്പോൾ ജനറൽ ക്രൈറ്റീരിയ, അതേപോലെ തന്നെ ആംബിഗ്വിറ്റി, അതെല്ലാം സെറ്റ് ചെയ്യുന്നത് വലിയൊരു കടമ്പയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളതാണ്. ഈ കടമ്പകളൊക്കെ ഓവർകം ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്രൈറ്റീരിയൻ പ്രോബ്ലംസിൽ വരുന്ന ഒരു പ്രോബ്ലം. നെക്സ്റ്റ് ഈസ് ഡിസ്റ്റോർഷൻ. അത് വളച്ചൊടിക്കുക എന്നുള്ളത് പറയും. അപ്പോൾ ആരാണോ ഇവാലുവേറ്റർ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡിസ്റ്റോർഷനിൽ വരുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലം. Distortion occurs in the form of bias or errors in making the evaluation. ഇവാലുവേഷനിൽ വരുന്ന തെറ്റുകളാണ്. Such distortion may be introduced by evaluator consensually or unconsensually. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റർ അടുത്ത് വരുന്ന തെറ്റാണ്. ഇവാലുവേറ്ററുടെ പോസിബിൾ അസംഷൻസിൻ്റെ അനുസരിച്ച് വരുന്ന കാര്യങ്ങൾ, അത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം സെറ്റ് ചെയ്യാതെ വരുന്ന ടെക്നിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ്. ഇതാണ് മൂന്നാമത്. ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അതർ ഡിഫിക്കൽട്ടീസ്. അതിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുവർലി ട്രെയിൻഡ് മാനേജേഴ്സ്, അതായത് എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കും, പക്ഷേ നല്ലൊരു ട്രെയിൻഡ് ആയിട്ടുള്ള മാനേജേഴ്സിൻ്റെ കുറവ്. അപ്പോൾ ആരാണോ അപ്രൈസൽ നടത്തുന്ന ആൾ പെർഫോമൻസ് അപ്രൈസൽ നല്ലൊരു ട്രെയിനിങ് കിട്ടാത്ത ഒരാളാണെങ്കിൽ, അതാണ് ഫസ്റ്റ് ഡിഫിക്കൽട്ടി ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പുവർ അപ്രൈസൽ ഫോംസ്, അതായത് കറക്റ്റായിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പ്രശ്നം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ദ അപ്രൈസൽ പ്രോസസ് മൈറ്റ് ആൾസോ ബി ഇൻസ്പയർഡ് ബൈ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്.
റേറ്റിംഗ് സ്കെയിൽ സ്റ്റാൻഡേർഡ് കറക്റ്റായിട്ട് ഇല്ലാത്തത്. നമ്മുടെ പെർഫോമൻസിനെ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ഇല്ലാതിരിക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ജോബിലുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇത്രയും കാര്യം. നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് റൈറ്റർ പ്രിപ്പയർനെസ്. ആരാണ് ഇവാലുവേറ്റർ? അവർ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നതിൽ വരുന്ന ലാക്ക് ഓഫ് റൈറ്റർ, ആ ഒരു പ്രിപ്പയർനെസ്സിൽ വരുത്തുന്ന അവരുടെ ആ ഒരു കുറവ്. ദ റൈറ്റേഴ്സ് മേ നോട്ട് ബി ആഡ്വക്കേറ്റ്ലി ട്രെയിൻ ടു ക്യാരി ഔട്ട് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്. 4, ഇൻഎഫക്റ്റീവ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. എഫക്റ്റീവ് അല്ലാത്ത ഓർഗനൈസേഷൻ്റെ പോളിസീസും പ്രാക്ടീസസും, അതും നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർഫോമൻസ് അപ്രൈസലിനെ ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിച്ചത് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്സ്, പ്രോസസ്, ടൈപ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. താങ്ക് യു.